വെൽക്കം ടു വൈൽഡ് മാലോ. LDC LGS 10th ലെവൽ എക്സാമുകൾക്കായി കോശങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോ. സ്റ്റാർട്ട്. ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതാരാണ്? റോബർട്ട് ഹൂക്ക്. സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പ്. കോശത്തിന്റെ കേന്ദ്രം കണ്ടുപിടിച്ചതാര്? റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയത് റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? MJ സ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? തിയോഡർ ഷ്വാൻ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയതാരാണ്? റുഡോൾഫ് വിർഷോ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? MJ സ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയിട്ടാണ് കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരെന്താണ്? ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ ഏത് പേരിൽ വിളിക്കുന്നു? കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശമാണ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമേതാണ്? മർമ്മം. മർമ്മമില്ലാത്ത മനുഷ്യകോശം ചുവന്ന രക്താണുക്കൾ. ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺ. കോശത്തിലെ പദാർത്ഥ സംവഹന പാത ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗമേതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ ഊർജ്ജനിലയം എന്നറിയപ്പെടുന്ന ഭാഗമേതാണ്? മൈറ്റോകോൺട്രിയോൺ. മൈറ്റോകോൺട്രിയോൺ കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ എവിടെയെല്ലാമാണുള്ളത്? കരള്, തലച്ചോറ്, പേശി. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോംസ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമേതാണ്? ഗോൾഗി കോംപ്ലക്സ്. മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമേതാണ്? ക്രോമാറ്റിൻ ജാലിക. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമേത്? സെൻട്രോസോംസ്. അപ്പോൾ ഇത്രയും ഷോർട്ട് ആയിട്ടുള്ള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.